ഹലോ ഫ്രണ്ട്സ്, ലൈവ് ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്നിവിടെ സിഡ്നിയിലെ ക്രിസ്മസ് ഡെക്കറേഷനൊക്കെ കാണാൻ പോവുകയാണ്. ആക്ച്വലി ഇത് 2 ദിവസത്തെ വീഡിയോ ഉണ്ട് കേട്ടോ. ഇതിൽ 2 ദിവസം വൈകുന്നേരം നമ്മൾ പുറത്തിറങ്ങി ഈ സിറ്റിയിലൊക്കെ പോയി ഡെക്കറേഷനൊക്കെ കണ്ട വീഡിയോസാണ് ഇതിലുള്ളത്. അപ്പോൾ ആദ്യത്തെ ദിവസം നമ്മൾ ആദ്യം നേരെ പോയത് മാർട്ടിൻ പ്ലേസ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ഇവിടെയാണ് സിഡ്നിയിലെ ഏറ്റവും ടോളസ്റ്റ് ക്രിസ്മസ് ട്രീ ഉണ്ടെന്ന് പറയുന്ന സ്ഥലമാണ്. അപ്പോൾ അത് കാണാൻ വേണ്ടിയാണ് നമ്മൾ ആദ്യം പോയത്. ആക്ച്വലി സമയം ഇപ്പോൾ ഒരു 7:30-8 മണിയൊക്കെ ആയിട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടുത്തെ സമ്മർ ആയതുകൊണ്ടാണ് ഇവിടെ ഇപ്പോഴും വെട്ടമൊക്കെ 8 മണി 8 മണി ആ സമയമാണ് ഇപ്പോൾ. ഇതാണ് അപ്പോൾ സിഡ്നിയിലെ ടോളസ്റ്റ് ക്രിസ്മസ് ട്രീ എന്ന് പറയുന്നത്. നല്ല വലുതായിരുന്നു. കാണുന്ന പോലെ ഇപ്പോൾ ഈ വീഡിയോയിൽ എത്രത്തോളം ഇതുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷെ നേരിട്ട് കാണുമ്പോൾ ഭയങ്കര വലുതായിരുന്നു. നമ്മളവിടെ നിൽക്കുമ്പോൾ നമ്മളൊരു കുഞ്ഞു ഉറുമ്പ് പോലെയാണ് തോന്നിയിരുന്നത്. പിന്നെ അതിൻ്റെ അടുത്തായിട്ട് തന്നെ ഇഷ്ടം പോലെ ഇവിടുത്തെ മെയിൻ ഫെസ്റ്റിവൽ എല്ലാം ഇങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എല്ലായിടത്തും കൂടുതൽ ഫുഡ്സാണ്. അതായത് ഏതൊരു ഫെസ്റ്റ് എന്ന് പറഞ്ഞാലും ഇവർക്ക് ഏറ്റവും കൂടുതൽ ഇങ്ങനെ കുറേ സ്റ്റാൾ ഇട്ടിട്ട് പല ടൈപ്പ് കൾച്ചറിലുള്ള പല സ്ഥലത്തെ ഫുഡ്സ് വന്നിട്ടുള്ള ഫുഡ് സ്റ്റാളുകളാണ് ഇവിടെ കൂടുതലും കണ്ടുവരുന്നത്. അതേപോലെ തന്നെ ഇപ്പോൾ ഈ ക്രിസ്മസ് ഫെസ്റ്റിനും കുറച്ച് ക്രിസ്മസ് ഡെക്കറേഷൻ ഉണ്ടാവും. അതിൻ്റെ അടുത്ത് തന്നെ കുറേ സ്റ്റാളുകൾ. നമുക്കറിയാം ഇവിടെ സിഡ്നി എന്ന് പറയുന്നത് ഒരു മിക്സ്ഡ് കൾച്ചറാണ്. പല രാജ്യങ്ങളിലുള്ള ആൾക്കാർ ഇവിടെ കൂടുതലുള്ളത്. ആക്ച്വലി ഓസിയേക്കാൾ കൂടുതൽ ഇവിടെ മറ്റുള്ള രാജ്യക്കാരാണ് കൂടുതലുള്ളത്. അതുകൊണ്ട് തന്നെ ആ പല ഇറ്റലി അങ്ങനെ പല രാജ്യത്തിൻ്റെ ഫുഡുകളാണ് ഇവിടെ ഉള്ളത്. പിസ്സ, ബർഗർ, പിന്നെ ഗോൺചി എന്നൊക്കെ പറഞ്ഞ പല ടൈപ്പ് ഫുഡ്സിൻ്റെ സ്റ്റാളുകൾ ഉണ്ടായിരുന്നു. പിന്നെ കുറേ ഡെക്കോർ ഐറ്റംസൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. രാത്രിയാകും തോറും നല്ല ഭംഗിയാണല്ലോ നമുക്ക് കാണാനായിട്ട്. അപ്പോൾ രാത്രിയാകും നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ഇപ്പോൾ ഈ ഡെക്കോർ ഐറ്റംസ് കാര്യങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ നോക്കിയാൽ നല്ല രസമില്ലേ കാണാനായിട്ട്. പല ടൈപ്പ് ലൈറ്റിൻ്റെയും അല്ലാതെയും ഒക്കെ ഇങ്ങനെ ഹാൻഡ് മെയ്ഡ് ഐറ്റംസൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഒത്തിരി സ്റ്റാളുണ്ടായിട്ടോ. നമുക്ക് നടന്ന് കാണാനായിട്ട് ഒത്തിരി സ്റ്റാളുണ്ടായിരുന്നു. ഡ്രസ്സ്, വാച്ച്, ചെരുപ്പ്, പെയിൻറ്റിങ്സ്. ആക്ച്വലി ഇതൊക്കെ നമ്മൾ ഇവിടെ അല്ലാണ്ട് വേറെ ഒന്നും അങ്ങനെ അധികം കണ്ടിട്ടില്ല. കാണാത്ത സാധനങ്ങളൊക്കെയാണ് കൂടുതലും കാണുന്നത്. അതായത് നമ്മളിപ്പോൾ മോളിലൊക്കെ പോലും ഇവിടുത്തെ മാളിലൊന്നും ഇങ്ങനത്തെ ടൈപ്പ് സാധനങ്ങളൊന്നും അധികം ഞാൻ കണ്ടിട്ടില്ല. ഇങ്ങനത്തെ സ്റ്റോളുകൾ വരുമ്പോഴാണ് ഇവിടെ ഇങ്ങനത്തെ പല ടൈപ്പ് ഹാൻഡിക്രാഫ്റ്റഡ് സാധനങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നത്. ഡ്രസ്സൊക്കെ ആണെങ്കിലും ഇവിടെയുള്ള ഡ്രസ്സൊക്കെ വേറൊരു ടൈപ്പ്. നമ്മൾ മോളിലൊക്കെ പോയി കടകളിൽ നിന്നൊക്കെ എടുക്കുമ്പോൾ വേറൊരു ടൈപ്പ്. ആ ഒരു ഡിഫറൻസ് ഇവിടെ ഫീൽ ചെയ്യാം. പിന്നെ നല്ല റേറ്റും ഉണ്ട് കേട്ടോ. അത്യാവശ്യം നമ്മൾ സാധാരണ കടയിൽ നിന്ന് വാങ്ങുന്നതിനേലും റേറ്റ് ഉണ്ട് ഇവരിങ്ങനെ സ്റ്റോൾ ഇട്ട് വെക്കുന്ന സാധനങ്ങൾക്ക് തോന്നും. ചിലപ്പോൾ സാധനങ്ങളുടെ ക്വാളിറ്റി ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാകും. ഇത് ഹാൻഡ് മെയ്ഡും ഹാൻഡ് ക്രാഫ്റ്റൊക്കെ ആയതുകൊണ്ടൊക്കെ തന്നെ കുറച്ചും കൂടി ക്വാളിറ്റി ഉള്ള സാധനങ്ങളൊക്കെ ആയിരിക്കാം. അതുകൊണ്ടാവും ചിലപ്പോൾ റേറ്റും അങ്ങനെ വ്യത്യാസം വരുന്നത്. കണ്ട് ഈ ഫ്ലവേഴ്സൊക്കെ ഉണ്ട്. ഇത് ത്രെഡ് വെച്ചിട്ടുണ്ടാക്കിയ ഫ്ലവേഴ്സാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. പക്ഷേ നല്ല റേറ്റും ഉണ്ട്. ഭംഗി മാത്രമല്ല റേറ്റും ഉണ്ടായിരുന്നു. കാരണം ഇത് ഒരെണ്ണമായിട്ടൊക്കെ വാങ്ങിയിട്ട് നമുക്ക് അത്ര ഭംഗി തോന്നില്ല. ഇത് കൂട്ടത്തോടെ ഇരിക്കുമ്പോഴാണല്ലോ അതിന് ഭംഗി. ഒരെണ്ണം വാങ്ങിയിട്ട് കാര്യവുമില്ല. വാങ്ങുമ്പോൾ ഒരു 5 എണ്ണമെങ്കിലും വാങ്ങണം. അതുകൊണ്ട് നമ്മളൊന്നും വാങ്ങിയില്ല. അങ്ങനെ പിന്നെ അവിടെ നിന്നൊക്കെ നടന്ന് പിന്നെയും നമ്മൾ ആ സ്ഥലം തന്നെയാണ് മാർട്ടിൻ പ്ലേസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് തന്നെയാണ് നമ്മളിപ്പോഴും നിൽക്കുന്നത്. അവിടെ നടന്നു കണ്ടിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുമായിരുന്നു ഇനി അടുത്ത സ്പോട്ട്. ഇവിടെ ഇങ്ങനെ പല സ്പോട്ടിലായിട്ടാണ് ക്രിസ്മസ് ഡെക്കറേഷൻസ് ഉള്ളത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് മാർട്ടിൻ പ്ലേസിലാണ്. അപ്പോൾ നമ്മളോർത്ത് ഇവിടെ നിന്ന് കുറച്ച് നടന്നിട്ടുണ്ടെങ്കിൽ അടുത്ത സ്പോട്ടുണ്ട്, ഒരു ചർച്ചൊക്കെ വരുന്ന സ്ഥലം. അപ്പോൾ അങ്ങോട്ട് പോകാമെന്ന് വിളിച്ചു. അവിടെ എത്തി. ഇതാണ് അവിടെ. അത് അടിപൊളിയായിരുന്നു കേട്ടോ. ആ ചർച്ചിൻ്റെ ഡെക്കറേഷൻ കാണാൻ. അത് വെച്ചാൽ ലേസർ ലൈറ്റ് വെച്ചിട്ട് അവരത് പ്രൊജക്റ്റ് ചെയ്തേക്കുന്നതാണ്. അതും അവിടെ ഇടയ്ക്ക് കഥകളും കാര്യങ്ങളൊക്കെ പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ആ ഒരു പ്രൊജക്ഷൻ നല്ല രസമുണ്ടായിരുന്നു. അവർ വിഷിങ് എവരിബഡി ഹാപ്പി ക്രിസ്മസ് എന്ന് എഴുതിയേക്കുന്നതും ഒക്കെ നല്ല രസമായിരുന്നു. അവിടെയും ക്രിസ്മസ് ട്രീസും ചെറിയ അല്ലാത്ത സ്റ്റാർസിൻ്റെയും ഒക്കെ ഡെക്കറേഷൻസും പിന്നെ പതിവ് പോലെ തന്നെ ഒത്തിരി ഫുഡ് സ്റ്റോൾസും ഉണ്ടായിരുന്നു ഇവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പള്ളിയുമ്പോൾ പ്രൊജക്റ്റ് ചെയ്യുന്നതിനിടയ്ക്ക് ക്രിസ്മസിൻ്റെ കഥ അനിമേഷൻ സ്റ്റോറിയും ഇവർ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്നുണ്ടായിരുന്നു. ഓരോ 10 മിനിറ്റ് കൂടുമ്പോഴും ആ സ്റ്റോറി ടെല്ലിംഗ് ആയിട്ട് അതിൻ്റെ സ്പീക്കറൊക്കെ വെച്ചിട്ട് അതും അവിടെ കാണിക്കുന്നുണ്ടായിരുന്നു. നമ്മളതൊക്കെ കുറച്ച് നേരം അവിടെയൊക്കെ നോക്കിയിരുന്നു. പിന്നെ ഞാൻ ഓർത്തു നമുക്ക് പള്ളിയുടെ ഉള്ളിലൊക്കെ ഒന്ന് കയറാം. ഇവിടെ വന്നിട്ട് നമ്മൾ ഇതുവരെ ഇവിടുത്തെ പള്ളികളിലൊന്നും നമുക്ക് പോയിട്ടില്ല. അപ്പോൾ എന്തായാലും നമുക്ക് പള്ളിയുടെ ഉള്ളിലും ഒന്നൊക്കെ കാണാം. ഇവിടുത്തെ പള്ളികൾ എങ്ങനെയൊക്കെയാണ്, നമ്മുടെ നാട്ടിലെ പള്ളികൾ പോലെ തന്നെയാണോ, നമ്മുടെ നാട്ടിലെ പള്ളികളൊക്കെ പോലെ തന്നെയാണോ എന്നൊക്കെ അറിയാലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയും
കാണാം എന്നുള്ള വിചാരിച്ച് നമ്മൾ പിന്നെ പള്ളിയിലോട്ട് പോയി. നല്ല തിരക്കായിരുന്നു എല്ലാ സ്ഥലത്തും. ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ എല്ലാ സ്ഥലത്തും നല്ല തിരക്കാണ്. നമ്മളെപ്പോലെ തന്നെ എല്ലാവരും ഇതൊക്കെ കാണാൻ വേണ്ടി വരാണ്. പള്ളിയുടെ ഉള്ളിലെ അടിപൊളി ഇൻഫ്രാസ്ട്രക്ചർ ആയിരുന്നു. അവിടുത്തെ ആ ഒരു ഡിസൈൻസും കാര്യങ്ങളൊക്കെ, ലൈറ്റിങ്ങും, ഒരു ശരിക്കും നമുക്ക് തന്നെ ഒരു ശരിക്കും ആ ഒരു ദൈവിക ഇത് നമുക്ക് ഫീൽ ചെയ്യും. നല്ലൊരു ആംബിയൻസ് ആയിരുന്നു ലൈറ്റിൻ്റെ. പിന്നെ ആ കൺസ്ട്രക്ഷൻസൊക്കെ കറക്റ്റ്. എനിക്ക് തോന്നുന്നു നാട്ടിലെ പള്ളികളെക്കാളും കുറച്ചും കൂടി ഇവിടുത്തെ ഡിസൈൻസും കാര്യങ്ങൾക്ക്, ആർക്കിടെക്ചറും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി ഇലാബറേറ്റ് ആയിട്ട് ചെയ്തിട്ടുള്ള പോലെ തോന്നി. ആ ഒരു ക്രിസ്ത്യൻ ടച്ചിൽ നല്ല അടിപൊളിയായിരുന്നു അവിടുത്തെ ഇതൊക്കെ കാണാൻ. അതെല്ലാം മെഴുകുതിരിക്കിനെ കളർഫുൾ മെഴുകുതിരിയൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ ഒരെണ്ണെടുത്ത് കത്തിച്ചു. അതായത് ബ്ലൂ, ഗ്രീൻ, റെഡ്, അങ്ങനെ പല ടൈപ്പ് ക്യാൻഡിൽസ് ഉണ്ടായിരുന്നു മാതാവിനും യേശുക്രിസ്തുവിനും ഒക്കെ കത്തിക്കാനായിട്ടൊക്കെ. അപ്പം നമ്മളും ഒരെണ്ണെടുത്ത് കത്തിച്ചു. അങ്ങനെ മൊത്തത്തിലൊരു നല്ല ഭംഗിയായിരുന്നു കേട്ടോ. നല്ല വലിയ പള്ളിയുമാണ്. നമുക്ക് ഇഷ്ടംപോലെ നടന്ന് കാണാനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവരും ഇവിടെ ചപ്പലൊക്കെ ഇട്ടിട്ട് തന്നെയാണ് കേട്ടോ പള്ളിയുടെ ഉള്ളിലോട്ടൊക്കെ കയറുന്നത്. ആരും അങ്ങനെ ചപ്പലൊന്നും ഊരി വെക്കുന്നത് കണ്ടില്ല. അങ്ങനെ പുറത്ത് വെക്കുന്നുമില്ല. എല്ലാവരും ചപ്പലിട്ടിട്ടാണ് കയറുന്നത്. പിന്നെ പുൽക്കൂടൊക്കെ ഉണ്ടായിരുന്നു അവിടെ അടുത്ത് തന്നെ. പുൽക്കൂടും എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പള്ളിയിലൊക്കെ തൊഴുത് ഇറങ്ങിക്കഴിഞ്ഞ് പിന്നെ നമുക്ക് അപ്പോഴേക്കും നല്ലൊരു രാത്രി 10 മണിയായി. ഇപ്പോൾ വിശന്നപ്പോൾ നമ്മൾ ഒരു തായ് നൂഡിൽസ് വാങ്ങി. എന്നിട്ട് അത് വാങ്ങി പിടിച്ചു. എവിടെയെങ്കിലും ഒന്ന് സീറ്റ് കിട്ടുമ്പോൾ ഇരുന്നിട്ട് കഴിക്കാം എന്നുള്ള രീതിയിൽ ഒരു അങ്ങനെ നമുക്കവിടെ ഒരു സീറ്റ് കിട്ടി. അങ്ങനെ നമ്മൾ അവിടെ ഇരുന്നു. ആ തായ് നൂഡിൽസ് തന്നെ ഞാൻ കുറേ നാളായി വിചാരിക്കുന്ന ഒരു തായ് ഫുഡൊക്കെ ടേസ്റ്റ് ചെയ്യണമെന്ന്. ഇവിടെ എന്ന് വെച്ചാൽ എല്ലാം ഒത്തൻറ്റിക് സംഭവങ്ങൾ കിട്ടുമല്ലോ. കാരണം അവരുടെ ആ ആൾക്കാർ, തായ്ലൻഡിലെ ആൾക്കാർ തന്നെ നടത്തുന്ന റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് സെയിം അവരുടെ ടേസ്റ്റ് നമുക്ക് അങ്ങനെ ആഗ്രഹം തോന്നി വാങ്ങി കഴിച്ചതാണ്. സംഭവം കൊള്ളായിരുന്നു. പക്ഷേ ഒരു ചെറിയൊരു പുളി, എവിടേക്കോ ഒരു പുളി ഉണ്ടായിരുന്നു. അത് മാത്രമേ ഒരു പ്രശ്നം ഉണ്ടായുള്ളൂ. ഫ്ലോപ്പ് ആയിരുന്നില്ല. മൊത്തം നമുക്ക് കഴിക്കാൻ പറ്റി. അങ്ങനെ നമ്മളതൊക്കെ കഴിച്ചു. വീണ്ടും നമ്മൾ അവിടെയൊക്കെ തന്നെ കുറേ ഡെക്കറേഷൻസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് റീൽ എടുക്കാൻ വേണ്ടി ഞാൻ കുറച്ച് വെറുതെ വീഡിയോസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന്, ഡെക്കറേഷൻ്റെ നടുക്കൊക്കെ നടന്ന് നമ്മൾ വീഡിയോസൊക്കെ എടുത്തു. അങ്ങനെ ആ ദിവസം അങ്ങനെയൊക്കെ അങ്ങ് പോയി. ഇത് രണ്ടാമത്തെ ദിവസം വീണ്ടും നമ്മൾ ഓരോ സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടി പോവാണ്. വേറൊരു പ്ലേസിലോട്ട് പോവാണ്. അങ്ങനെ ഞാൻ സെയിം ഡ്രസ്സൊക്കെ തന്നെ ഇട്ടാണ് കേട്ടോ പോയത്. ജിനുവേട്ടൻ ഡ്രസ്സൊക്കെ മാറി. ഇവിടെയും ചെന്നപ്പോഴും ആദ്യം കൂടുതൽ ഫുഡായിരുന്നു. ഇവിടെ മെയിനായിട്ട് ഫുഡ് സ്റ്റാളുകൾ തന്നെയായിരുന്നു കൂടുതൽ. മറ്റേ വുഡൻ ഫയർ പിസ്സയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരാൾ അവിടെ ഇരുന്ന് പിസ്സയൊക്കെ ഉണ്ടാക്കുന്നത് കണ്ടപ്പോൾ എനിക്കത് ഭയങ്കര കൗതുകം തോന്നി. അപ്പോൾ ഞാനതൊക്കെ ഇങ്ങനെ ചുമ്മാ ഷൂട്ട് ചെയ്തതാണ്. നല്ല രസമുണ്ടായിരുന്നു. അയാൾ ഓരോന്നോരോന്ന് ഇങ്ങനെ എടുത്ത് ഉണ്ടാക്കുന്നതൊക്കെ കാണാനായിട്ട്. നമ്മളധികം കാണാറില്ലല്ലോ പിസ്സ ഉണ്ടാക്കുന്നത്. നമ്മൾ പിസ്സ വാങ്ങുമ്പോഴൊക്കെ സാധാരണ ഓർഡർ ചെയ്ത സാധനം കൊണ്ടുവരുമ്പോഴെല്ലാം കാണുന്നത്. അത് എങ്ങനെ ഉണ്ടാക്കുന്നത് നമ്മളധികം കാണാറില്ലല്ലോ. അങ്ങനെ അതൊക്കെ കണ്ട് കുറച്ച് നേരം നോക്കി ഇന്ന്. ഇവിടെ ഇഷ്ടം പോലെ സ്റ്റാൾസ് ആയിരുന്നു കേട്ടോ കടകളുടെയും. ഇവിടെയും ഒരു ക്രിസ്മസ് ട്രീ ഉണ്ട്. പിന്നെ കുറച്ച് ഇങ്ങനെയൊക്കെ കുറച്ച് ലൈറ്റിങ്ങിൻ്റെയൊക്കെ ഡെക്കറേഷൻസും കാര്യങ്ങളുണ്ട്. പിന്നെ ഇങ്ങനെ ഒരു ബാൻഡ് സെൻറ്ററിൻ്റെ ഒരു പാട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഇവിടെ മറ്റേ നമ്മുടെ ബീൻ ബാഗ് പോലത്തെ ഒരു ബാഗ് കൊണ്ടുവന്നിട്ടിട്ട് എല്ലാവരും അത് അവിടെ ഇട്ടിട്ട് ഇരുന്ന് ഇതൊക്കെ ഫുഡൊക്കെ വാങ്ങി അവിടെ പറമ്പിലിരുന്ന് ഇങ്ങനെ ആസ്വദിക്കുകയാണ്. സമയം ഒരു 8 മണി ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. 8:30 ടൈമാണ്. പക്ഷെ നല്ല വെട്ടമുണ്ട്. ഒരു സന്ധ്യയായ ഫീലേ ഇപ്പോൾ ഉള്ളൂ. 8:30 ആയിട്ടുണ്ടെങ്കിലും ഒരു സന്ധ്യയായ ഫീലേ ഉള്ളൂ. എല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന പോലെ തോന്നി. ഭയങ്കര ഒരു ക്രിസ്മസ് ഈവ് എനിക്കിവിടെ നന്നായിട്ട് ഫീൽ ചെയ്തു കേട്ടോ. ശരിക്കും നാട്ടിലേക്കാളൊക്കെ കൂടുതൽ ഇവിടെ കുറച്ചും കൂടി ക്രിസ്മസിനൊക്കെ, കാരണം എനിക്ക് തോന്നുന്നു ഇവരുടെയൊക്കെ 1 and only സെലിബ്രേഷനാണ് ക്രിസ്മസ് എന്ന് തോന്നുന്നു. കാരണം അവർ അത്രത്തോളമാണ് ക്രിസ്മസിനെ വരവേൽക്കുന്നത്. ഇവിടെയൊക്കെ 2 weeks ലീവാണ് ജോലിക്കാർക്കും. ഓഫീസൊക്കെ ഫുൾ ഷട്ട് ഡൗൺ ആണ് 2 weeks. അതേപോലെ സ്കൂളുകളും കാര്യങ്ങളൊക്കെ അവധിയാണ്. നമുക്കൊക്കെ സമ്മർ വെക്കേഷൻ എങ്ങനെയാണോ അതുപോലെയാണ് ഇവർക്ക് ക്രിസ്മസ് ടൈമിൽ വെക്കേഷൻ. ഈ ഫെബ്രുവരി ഫസ്റ്റ് വീക്കൊക്കെ ആകുമ്പോൾ ഇവിടെ സ്കൂളൊക്കെ തുറക്കുള്ളൂ. ഇത് കണ്ടോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ കല്ലുമ്മക്കായ പിന്നെ ഓയിസ്റ്റർ മുരിങ്ങയൊക്കെ ഒരു വൈറ്റ് സോസിലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അതിൽ ഒരു വൈനൊക്കെ ഇട്ടിട്ടുള്ള സോസൊക്കെ ഉണ്ടെന്ന് എഴുതിയിരുന്നു. കുറച്ച് ആൽക്കഹോളിക് കണ്ടൻറ്റൊക്കെ ഉള്ളതാണെന്ന് തോന്നി. അതുകൊണ്ട് പിന്നെ ട്രൈ ചെയ്തില്ല. പിന്നെ അവിടുത്തെ കുറേ ലൈറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വൈനൊക്കെ ഇഷ്ടംപോലെ വൈൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പല ആൽക്കഹോളിക്കിൻ്റെ കൂടിയതും കുറഞ്ഞതും അങ്ങനെയൊക്കെ ആയിട്ടുള്ള പല ടൈപ്പ് വൈനുകളൊക്കെ അവിടെ കണ്ടായിരുന്നു. നല്ല സ്മെല്ലും ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ കുഞ്ഞു വൈൻ ബാറുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല സ്മെല്ല്, വൈൻ്റെ മുന്തിരിയുടെ വൈൻ്റെയും അങ്ങനെയൊക്കെ പല നല്ല നമ്മളിങ്ങനെ മത്തുടിപ്പിക്കുന്ന പോലത്തെ ഒരു സ്മെല്ലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നിന്നപ്പോഴാണ് കണ്ടോ ഇവിടുത്തെ ഒരു
ഒരു ലേഡി ഇരുന്ന് നല്ല പാട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നു. അത് നല്ല ആസ്വദിച്ച് ഭയങ്കര ആക്ഷനൊക്കെ കാണിച്ചൊക്കെ ഉണ്ട് ഒരു പാടി. അവർ ആ പാട്ടിനനുസരിച്ച് ചെറിയൊരു താളമൊക്കെ ഇട്ടൊക്കെയാണ് പാട്ടൊക്കെ പാടുന്നുണ്ട്. നല്ല രസമുണ്ടായിരുന്നു അത് നോക്കിയിരിക്കാനായിട്ട്. അങ്ങനെ എല്ലാവരും ഭയങ്കരമായിട്ട് ആസ്വദിച്ച് ഭയങ്കര എൻജോയ് ചെയ്തിട്ടാണ് എല്ലാവരും ഇവിടെ ഓരോ അവിടെ ഇരുന്ന് കാണുന്നത്. നമുക്ക് ഭയങ്കര റിലാക്സിങ് ആയിട്ടുള്ളൊരു ടൈമായിട്ട് നമുക്ക് തോന്നും. അവിടെ എല്ലാവരും ഭയങ്കര ഹാപ്പി അങ്ങനത്തെ ഒരു മൂഡിലാണ് നമുക്ക് തോന്നുന്നത്. കാരണം എല്ലാവർക്കും വെക്കേഷനാണല്ലോ. അങ്ങനെ നമ്മൾ ഇന്നിവിടെ നിന്ന് ട്രൈ ചെയ്തത് ഗോഞ്ചി എന്ന് പറയുന്ന കറക്റ്റ് പ്രൊനൗൺസിയേഷൻ അതാണെന്നൊന്നും എനിക്കറിയില്ല. അങ്ങനെ പറയുന്നൊരു ഡിഷാണ് നമ്മളിന്ന് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മളപ്പോൾ കുറച്ച് എരിവുള്ളത് നോക്കി എടുക്കാമെന്ന് വിചാരിച്ചു. സാധാരണ നമുക്ക് എരിവുള്ളത് അല്ലെങ്കിൽ നമുക്കത്ര ഇഷ്ടമാവാൻ ചാൻസ് ഇല്ലല്ലോ, വെറുതെ ഫ്ലോപ്പ് ആവും. അതുകൊണ്ട് നമ്മൾ ഗോഞ്ചി ഒരു എരിവുള്ള ഫ്ലേവറിൻ്റെയാണ് വാങ്ങിയത്. വെജാണ് വാങ്ങിയത്. അപ്പോൾ നമ്മളത് വാങ്ങിയിട്ട് നമ്മളും വന്ന് എല്ലാവരും ഇരിക്കുന്നത് പോലെ പൂരപ്പറമ്പിലൊക്കെ ഇരിക്കുന്ന പോലെ നമ്മളും സാധനമൊക്കെ വാങ്ങി വന്നിരുന്നു. അങ്ങനെ ജിനോട്ടൻ ആദ്യം അത് ടേസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ എനിക്ക് എന്ത് സാധനങ്ങൾ ഇവിടുത്തെ ആദ്യമായിട്ട് വാങ്ങുമ്പോൾ എനിക്കൊരു ഇതാണ്, ഫ്ലോപ്പ് ആവോ ഇല്ലയോ എന്നെല്ലാം ട്രൈയും ചെയ്യണം. ഫ്ലോപ്പായ വിഷമമാണ്, ഇത്രയും പൈസ പോയല്ലോ എന്നൊക്കെ ഓർത്ത്. പക്ഷേ ട്രൈ ചെയ്തപ്പോൾ കൊള്ളാം, അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെയും ടൊമാറ്റോ കുറച്ച് കൂടി നിന്നുകൊണ്ട് ആ ടൊമാറ്റോയുടെ ഒരു പുളി നന്നായിട്ട് കയറി നിൽക്കുന്നുണ്ടായിരുന്നു. ചിലപ്പോൾ അതിൻ്റെ ടേസ്റ്റ് അങ്ങനെ ആയിരിക്കാം. പിന്നെ അവരിതാണ് ഏറ്റവും എരിവുള്ളത്, ഏറ്റവും സ്പൈസി ഇതാണെന്നൊക്കെ പറഞ്ഞ് തന്നതാണ് കേട്ടോ. പക്ഷെ ഒട്ടും സ്പൈസി ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒട്ടും സ്പൈസി ആയിട്ടൊന്നും നമുക്ക് ഒട്ടും ഫീൽ ചെയ്തില്ല. ഒരു ചെറിയ പുളി ഉണ്ടായിരുന്നു, പക്ഷേ കഴിക്കാൻ കൊള്ളായിരുന്നു. ഒരു സോസൊക്കെ ആയിട്ട് അത് കഴിച്ച് വരുംതോറും അതിനൊരു ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അതിലിങ്ങനെ ഉരുളക്കിഴങ്ങാണോ എന്നറിയില്ല, പക്ഷെ ഉരുളക്കിഴങ്ങല്ല, പക്ഷേ അങ്ങനത്തെ ഒരു ഉണ്ട റൈസ് ബോൾസ് പോലത്തെ ഒരു സംഭവങ്ങളും കുറേ സോസൊക്കെ ആയിട്ടുള്ള സാധനം, അതിനാണ് ഈ കൊഞ്ചി എന്നൊക്കെ പറയുന്നത്. കൊള്ളാം. എല്ലാം വൺ ടൈം ടേസ്റ്റ് ചെയ്യാം എന്നുള്ളത്, നമുക്ക് പല ഫുഡ് ടേസ്റ്റ് ചെയ്തിരിക്കാമല്ലോ. അങ്ങനെ ഒരു വൺ ടൈം ടേസ്റ്റബിളാണ്. അങ്ങനെ അത്രയൊക്കെയായിരുന്നു അവിടുത്തെ വിശേഷം. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ പിന്നെ അവിടെ നിന്ന് മെട്രോ കയറി നമ്മൾ പിന്നെ അവിടുത്തെ നമ്മൾ പോണ വഴിക്ക് മാർട്ടിൻ പ്ലേസ് ഉണ്ട്. മെട്രോ അല്ല കേട്ടോ, സോറി മാറിപ്പോയി, ട്രെയിനാണ് കയറിയത്. സാധാ ട്രെയിൻ കയറി നമ്മൾ മാർട്ടിൻ പ്ലേസിൽ ഒന്നും കൂടി വന്നു. ഇവിടെ പ്രത്യേകിച്ച് ഇന്ന് എന്തെങ്കിലും ഉണ്ടോ, ഇന്നലെ നമ്മൾ വന്നിരുന്നു, അപ്പോൾ ഇന്ന് ഇവിടെ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി നമ്മൾ വീണ്ടും ഇങ്ങോട്ട് വന്നു. അങ്ങനെ വന്ന് പിന്നെയും അവിടെ നിന്ന് അവിടെ ഫുൾ ലൈറ്റൊക്കെ ഉള്ള ആ ഒരു ഫോട്ടോ ഒക്കെ എടുത്തു, കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും എടുത്തു. അപ്പോൾ ഇവിടെ ഒരാളിരുന്ന് വയലിൻ വായിക്കുന്നുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. പല ഫേമസ് ഇംഗ്ലീഷ് സിനിമകളുടെയൊക്കെ വയലിൻ്റെ ആ ട്യൂൺസും കാര്യങ്ങളൊക്കെ അവർ വായിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഈ ട്രീയുടെ ഭംഗി എത്ര പറഞ്ഞാലും തീരില്ല, അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ തോന്നും. ഇത് ആക്ച്വലി ഞാൻ ഇന്നലെ വൈൻഡപ്പ് ചെയ്യാമെന്ന് ഓർത്തെടുത്തിട്ടുള്ളൊരു വൈൻഡപ്പ് ഷോട്ടാണ് കേട്ടോ. നമ്മൾ ഇന്നലെ തിരിച്ചു പോകുന്ന സമയത്ത് ഇവിടുത്തെ ആദ്യമായിട്ട് നമ്മൾ മെട്രോ കയറാൻ പോകുമ്പോൾ ഉള്ള അവിടുത്തെ സ്ഥലമുണ്ട്. ഇത് ഭയങ്കര ലൈറ്റിംഗ് ഒക്കെ ആയിട്ട് നല്ല ഭംഗിയായിരുന്നു. ഞാനപ്പോൾ അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് മെട്രോയ്ക്ക് വേണ്ടി നമുക്കൊരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യണമായിരുന്നു. നമ്മൾ ഇതുവരെയും ഇവിടുത്തെ മെട്രോ കയറിയിട്ടുണ്ടായില്ല, ആദ്യമായിട്ടാണ് നമ്മൾ ഇവിടുത്തെ മെട്രോ കയറുന്നത്. അപ്പോൾ ഇതിലിങ്ങനെ ചില്ലൊക്കെ വെച്ച് ഇത് അടച്ച് വെച്ചേക്കാണ് മെട്രോ വന്ന് നിർത്തുമ്പോൾ മെട്രോയുടെ ഡോർസ് ഓപ്പൺ ആവില്ലേ, അപ്പോൾ മാത്രമാണ് ഈ നമ്മൾ നിൽക്കുന്ന പ്ലാറ്റ്ഫോമിൻ്റെ അവിടെ ഗ്ലാസ് ഡോർസ് ഉണ്ട്. ഫുള്ള് ഗ്ലാസ് വെച്ച് ക്ലോസ്ഡ് ആണ്. ഈ ഗ്ലാസ് ഡോറും തുറക്കുകയുള്ളൂ. അതൊക്കെ ഭയങ്കര ഒരു സെക്യൂരിറ്റി സിസ്റ്റം പോലെ തോന്നി കണ്ടോ. രണ്ടും ഒരുമിച്ച് തുറക്കുന്നത്, ഗ്ലാസ് ഡോറും തുറന്ന് അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ മെട്രോൻ്റെ വാതിലുകളും തുറക്കുന്നത്. അങ്ങനെ ആദ്യമായിട്ടാണ് നമ്മളിവിടുത്തെ മെട്രോ കയറി. ബാക്കി ഇവിടുത്തെ ട്രെയിൻ, ബസ്, നമ്മൾ ഫെറി കയറിയല്ലോ, അങ്ങനെ അതെല്ലാം നമ്മൾ കയറിയിട്ടുണ്ട്. പക്ഷേ മെട്രോ ആദ്യമായിട്ടാണ് എക്സ്പീരിയൻസ് ചെയ്തത്. മെട്രോ ഉള്ളിലൊക്കെ സാധാരണ പോലെ തന്നെ നമ്മുടെ കൊച്ചി മെട്രോ പോലെ കറക്റ്റ് ആ ഒരു സീറ്റിങ്ങും അറേഞ്ച്മെൻറ്റ്സും കണ്ടോ, എല്ലാം കറക്റ്റ് ആ ഒരു ഇത് തന്നെയായിരുന്നു. വേറെ പ്രത്യേകിച്ച് ഒരു വ്യത്യാസം തോന്നിയില്ല. നമ്മുടെ നാട്ടിലെ മെട്രോ പോലെ തന്നെയായിരുന്നു. പെട്ടെന്ന് എത്തി കേട്ടോ, നല്ല ഫാസ്റ്റായിരുന്നു, പെട്ടെന്ന് എത്തി, നമ്മുടെ സ്ഥലത്തെത്തി. പക്ഷേ നമുക്ക് ഇവിടെ നിന്ന് വീണ്ടും നമുക്ക് ട്രെയിൻ കയറി പോകണം. ഇവിടെ നിന്ന് സെൻട്രൽ എന്ന് പറഞ്ഞ സ്റ്റേഷനിലാണ് നമ്മൾ എത്തിയത്. ഇവിടെ നിന്ന് നേരെ നമുക്ക് സാധാ ട്രെയിൻ, ഇതിങ്ങനെ ഈ മെട്രോ വന്നിറങ്ങുന്നത് സെൻട്രൽ എന്ന് പറഞ്ഞ സ്റ്റേഷനിലാണ്. അവിടെ നമുക്ക് സാധാ ട്രെയിനും പോവാം. അങ്ങനെയാണ്. ഇവിടെ എല്ലാം കണക്റ്റഡ് ആയിരിക്കും. മെട്രോ ആയാലും ബസ് സ്റ്റാൻഡ് ആയാലും റെയിൽവേ സ്റ്റേഷൻ ആയാലും ഈവൺ ഇവിടുത്തെ എയർപോർട്ട് പോലും ട്രെയിൻ സ്റ്റോപ്പുകളൊക്കെ ആയിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ ഇവിടുത്തെ ഒരു വലിയ സ്റ്റേഷനാണ് സെൻട്രൽ സ്റ്റേഷൻ എന്ന് പറയുന്നത്. നല്ല ഭംഗിയാണ് ഈ സ്റ്റേഷൻ കാണാൻ. അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാനൊക്കെ നല്ല രസമാണ്. ഭയങ്കര ഡെവലപ്ഡ് ആയിട്ടുള്ളൊരു സ്ഥലം പോലെ തോന്നും. അങ്ങനെ നമ്മൾ അവിടെ വന്ന് സെൻട്രലിൽ വന്നിട്ട് അവിടെ നിന്ന് നമ്മൾ ട്രെയിൻ പിടിക്കുകയാണ് തിരിച്ച് വീട്ടിലോട്ട് പോകാനായിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളപ്പോൾ സിഡ്നിയിൽ ക്രിസ്മസ് ആയിട്ട് കണ്ട വിശേഷങ്ങളും കാഴ്ചകളൊക്കെ. അങ്ങനെ ഈ വീഡിയോ ഇപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. നമ്മുടെ ക്രിസ്മസും സിഡ്നിയിലെ ക്രിസ്മസ് വിശേഷങ്ങളൊക്കെ ഇതൊക്കെയായിരുന്നു. ബൈ ബൈ.